ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. വൊളാട്ടിലിറ്റി ഒക്കെ ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ സ്ലൈറ്റ് വൊളാട്ടിലിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേൽ വീണ്ടും താരിഫ് ഇൻക്രീസ് ചെയ്യുന്നുള്ളൊരു കാര്യം. പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് വീണ്ടും അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ താരിഫ് ഇമ്പോസിഷൻ. പക്ഷേ ഇനിയും വീണ്ടും മാറ്റി പറയുമെന്നുള്ള കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ട് കഴിയില്ല. അതേസമയം ചൈനയുമായിട്ടുള്ള താരിഫ് ഡീലിൻ്റെ ഡെഡ് ലൈൻ ഓഗസ്റ്റ് 12 അത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പൊതുവെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ എന്നും കാണുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നുമില്ല. എന്നിരുന്നാലും അമേരിക്കൻ മാർക്കറ്റിൽ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കൂടുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ടുള്ള താരിഫ് ഇഷ്യൂസ് അനാവശ്യമാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പല കോണുകളിൽ നിന്ന് അമേരിക്കയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഡിസിഷനിൽ നിന്നൊരു പക്ഷേ ട്രംപ് പിന്മാറിയേക്കാം. അതേസമയം ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ്, S&P, നാസ്ഡാക്ക് ഈ 3 ഇൻഡെക്സുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2000 ആണ് ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ് സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പ് കമ്പനികൾ അമേരിക്കയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഒപ്പം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈന, ജാപ്പനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ മാർക്കറ്റുകളും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ നമ്മളെ സംബന്ധിച്ച് വീക്ക് ക്ലോസിംഗ് ആയിരുന്നു. ഇന്നും നമ്മളൊരു വൊളാറ്റിലിറ്റി തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ എല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ സിൽവർ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ഗോൾഡ് $3,376 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി $US അഗൻസ്റ്റ് ആയിട്ട് ഇന്നലെയും വീക്ക് ക്ലോസിംഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളെ സംബന്ധിച്ച് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ വരികയാണ്. കഴിഞ്ഞ മീറ്റിങ്ങിൽ 0.5% ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരുന്നു. ഈ മീറ്റിങ്ങിലും അത്തരത്തിലുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ RBI ഗവർണർ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇനി IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഇന്നലെ ഓപ്പൺ ചെയ്തിരുന്നു. ഫസ്റ്റ് ഡേ 28.51 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിരുന്ന ഒരു IPO ആയിരുന്നു. അതോടൊപ്പം തന്നെ NSDLൻ്റെ ലിസ്റ്റിംഗ് ഉണ്ട്. ഇഷ്യൂ പ്രൈസിനേക്കാളും 17% പ്രീമിയത്തോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എക്സലൻറ്റ് സ്റ്റോക്കാണ് NSDL. അതോടൊപ്പം തന്നെ ഇന്ന് ധാരാളം Q1 റിസൾട്ടുകളുണ്ട്. ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോ കോർപ്പ്, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ട്രെൻഡ്, BHEL, ദിവീസ് ലാബ്, കിംസ്, ഭാരത് ഫോർജ് ഇതൊക്കെയാണ് ഇന്ന് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന പ്രമുഖ കമ്പനികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള റിസൾട്ട് അനൗൺസ്മെൻറ്റുകൾക്ക് ശേഷം റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് അതാത് സ്റ്റോക്കുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓവറോൾ നമ്മൾ വീണ്ടും ഒരു ചെറിയ വൊളാറ്റിലിറ്റി തന്നെയാണ് താരിഫ് റിലേറ്റഡ് ഇഷ്യൂസിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റ് വീണ്ടും ചൂട് പിടിക്കുകയാണ്. ധാരാളം കമ്പനികൾ IPOs ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊന്നും തന്നെ താരിഫിൻ്റെ കാര്യത്തിൽ ഫർദർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് ട്രംപ് വലിയ രീതിയിലുള്ള ഹാർഷ് മെഷേഴ്സ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു നീജർക്ക് റിയാക്ഷനൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയോടെ ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.